അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ എന്താ കാരണം? ബിസിനസ് തകർച്ചയാണ്, മനസ്സിനൊരു സമാധാനമില്ല, മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടാണ്, വീട്ടിലൊരു ബർക്കത്തില്ല, എന്ത് ചെയ്താലും നന്നാകുന്നില്ല. ഇതിൻ്റെയൊക്കെ കാരണം എന്താണ് എന്ന് കേട്ടോളി. സിഹറാണ് അതിൻ്റെ ഒക്കെ കാരണം. അതായത് നമ്മുടെ സന്തോഷവും സമാധാനവും വളർച്ചയൊക്കെ കണ്ടപ്പോൾ സഹിക്കാത്ത ആരോ നമ്മളെ വീഴ്ത്താനായി ചെയ്ത സിഹർ. ഇതാണ് ഇതിൻ്റെ ഒക്കെ കാരണങ്ങൾ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സിഹറിന്റെ അടയാളങ്ങൾ, അതായത് മഹാമാരി രേഖപ്പെടുത്തിയ ചില അടയാളങ്ങളും അതിൻ്റെ ഒരു സൊല്യൂഷനും, സിഹറിനുള്ള ഒരു സൊല്യൂഷനുമാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനലിൽ നിന്ന് ഒരു ഗിവ് അവേ കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ചാനലിൽ നിന്ന് ഒരു ഗിവ് അവേ കൊടുക്കുന്നത്. ഇനി അങ്ങോട്ട് ഇൻഷാ അല്ലാഹ് ഇടയ്ക്കിടയ്ക്ക് ഒരു ഗിവ് അവേ തരാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്തിട്ട് അയാൾക്ക് ഗിഫ്റ്റ് അയക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സിഹറിൻ്റെ അടയാളങ്ങൾ, മഹാന്മാർ രേഖപ്പെടുത്തിയ ചില അടയാളങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് ഉറക്കമില്ലായ്മ. നമുക്ക് ഉറക്കം വരാത്തൊരവസ്ഥ, അതായത് നന്നായിട്ട് ക്ഷീണവും കാര്യമൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ഉറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥ, അത് സിഹറിൻ്റെ ഒരു അടയാളമാണ്. അതേപോലെ രണ്ടാമത്തെ അടയാളമാണ് ശക്തമായ ക്ഷീണം. അത് നമുക്ക് രോഗമാണെന്ന് നമുക്ക് തോന്നും, എന്നാൽ ഡോക്ടർമാരുടെ അടുത്തൊക്കെ പോകും, പല പല ടെസ്റ്റുകൾ നടത്തും, എന്നാൽ ഒരു രോഗം ഇല്ലെന്നും നമുക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാക്കും. അത് സിഹറിൻ്റെ ഒരു അടയാളമാണ്. പിന്നെ പറയുന്നത് മറ്റുള്ളവരോട് നമുക്ക് സംസാരിക്കാൻ ഒരു താല്പര്യക്കുറവ്, ആരടുത്തും സംസാരിക്കാനൊന്നും തോന്നുന്നില്ല. നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുക. ആരടുത്തും കൂടാനോ അല്ലെങ്കിൽ ആരോടും സംസാരിക്കാനോ ഒന്നും തോന്നാത്തൊരു അവസ്ഥ. പിന്നെ പറയുന്നത് നമ്മൾ നിരന്തരമായിട്ട് ദുസ്വപ്നം കാണുന്നത്. ദുസ്വപ്നം എന്ന് പറയുമ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ നിരന്തരമായിട്ട് കാണുന്നത്, ഇടയ്ക്കിടയ്ക്ക് കാണുന്നതല്ല, നിരന്തരമായിട്ട് നമ്മൾ ദുസ്വപ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് സിഹറിൻ്റെ ഒരു അടയാളമാണ്. പിന്നെ പറയുന്നത് നമ്മുടെ ശരീരവേദന, ശരീരം അങ്ങനെ എപ്പോഴും വേദന, നമ്മുടെ ഈ ജോയിന്റുകളിലൊക്കെ എപ്പോഴും വേദന ഉള്ളതും സിഹറിൻ്റെ ഒരു അടയാളമാണ്. പിന്നെ നമ്മുടെ എല്ലാ കാര്യത്തിനും എന്ത് ചെയ്താലും അതിനൊക്കെ തടസ്സങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഒരു വിവാഹം, അത് എല്ലാം റെഡി ആയി, പക്ഷെ നമ്മൾക്കത് എന്തൊക്കെയോ തടസ്സങ്ങൾ മൂലം അതിങ്ങോട്ട് നടന്നു കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട്. അതുപോലെ എന്തെങ്കിലും ഒരു കച്ചവടം തുടങ്ങുകയാണ്, അപ്പോൾ അതിൻ്റെ ഇനാഗുറേഷൻ അങ്ങോട്ട് നടക്കണില്ല, എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു ബുദ്ധിമുട്ട്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ബുദ്ധിമുട്ടുകൾ വന്നിങ്ങനെ തടസ്സങ്ങൾ ജീവിതത്തിൽ എപ്പോഴും എല്ലാത്തിനും വരുന്നത് സിഹറിൻ്റെ ഒരു അടയാളമാണ്. അതുപോലെ ഉള്ള ഒരു അടയാളമാണ് അലസത, മടി. അതായത് നമ്മൾ എന്ത് ചെയ്താലും ഒരു അലസത വരിക, നമുക്ക് എന്തും നമ്മളിങ്ങനെ നീട്ടി വെച്ച് അത് ചെയ്യാനൊരു മടി. ഇബാദത്തായിക്കോട്ടെ, ഇനിയിപ്പോൾ വിദ്യാഭ്യാസ കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം ചെയ്യാനൊരു മടി വരുന്നത്, ഒരു അലസത വരുന്നത് സിഹറിൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ പറയുന്നത് നമ്മുടെ ബന്ധങ്ങൾക്കിടയിൽ തർക്കവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളിൽ പെട്ടെന്ന് തർക്കങ്ങൾ, പ്രശ്നങ്ങളൊക്കെ വരുന്നത് സിഹറിൻ്റെ ഒരു അടയാളമാണ്. പിന്നെ പറയുന്നത് നമ്മുടെ സമ്പത്തിൽ ബർക്കത്തില്ലായ്മ, അതായത് എത്ര സമ്പത്ത് നമുക്ക് കിട്ടിയാലോ അത് നമുക്ക് തികയാതെ വരിക, സമ്പത്തിലൊരു ബർക്കത്തില്ല, അതും സിഹറിൻ്റെ ഒരു അടയാളമാണ്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഈ പറയുന്നതൊക്കെ സിഹറാണെന്ന് ഉറപ്പാണെന്നല്ല പറയുന്നത്, ഇതെല്ലാം സിഹർ ഏറ്റവർക്ക് കാണുന്ന അടയാളങ്ങളാണ്. അത് വെച്ചിട്ട് ഇത് ഉള്ളവർക്കൊക്കെ സിഹർ ഏറ്റിട്ടുണ്ട് എന്നല്ല. അപ്പോൾ ഈ അടയാളങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് സിഹർ ഏറ്റേൽക്കാം എന്നുള്ളൊരു സാധ്യത അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്, ഈ സിഹർ ഏറ്റിട്ടുണ്ട് എന്ന് അല്ലെങ്കിൽ ഈ അടയാളങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ബാത്തിലാക്കാൻ വേണ്ടിയിട്ട് ഒരു അമലാണ് പറയാൻ പോകുന്നത്. അപ്പോൾ 2 സൂറത്തുകളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും. ഈ 2 സൂറത്തുകൾ 41 തവണ വീതം, അതായത് സൂറത്തുൽ ഫലക്ക് 41 തവണ, സൂറത്തുൽ നാസ് 41 തവണ, അങ്ങനെ 82 തവണ ഈ സൂറത്തുകൾ എന്ത് ചെയ്യുക, 3 ദിവസം 5 ദിവസം പതിവായിട്ട് ഇതിങ്ങനെ ചൊല്ലുക. 41 തവണ വീതം, അതായത് സൂറത്തുൽ ഫലക്ക് 41 തവണ, സൂറത്തുൽ നാസ് 41 തവണ, ഇങ്ങനെ 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു സിഹർ ബാത്തിലായി പോകുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ചെയ്തു നോക്കുക. ഇതുപോലെയുള്ള അറിവുകൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ ഗിവ് അവേൻ്റെ കാര്യം മറക്കണ്ട, നിങ്ങളിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് അയാൾക്ക് നമ്മൾ ഗിഫ്റ്റ് അയക്കുന്നതായിരിക്കും.